മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലേന്ദ്രൻ അങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം വന്ന് ഡോറ് തുറക്കുന്നത് അലീനയാണ്. ബാലേന്ദ്രൻ നേരെ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പം അലീനയാണെങ്കിൽ പുറകെ ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കണം, അച്ഛൻ എവിടെ പോയിരുന്നു? അത് ഞാൻ ജ്വല്ലറി പോയിരുന്നു, ആഹാരമൊക്കെ കഴിച്ചോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കഴിച്ച് വൈജി എപ്പം വന്ന് കുറച്ച് നേരമായതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ ആ പാവത്തെ പൊട്ടയാക്കുക. പാവോ അവളോ? അപ്പം ഞാൻ ഇത്രയും വർഷം എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിയതോ? ഇത്രയൊരു തെറ്റ് ചെയ്തവൾ സാധാരണ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ താൻ ചെയ്ത തെറ്റ് എന്നെ ഓർത്ത് ഭർത്താവിനോട് ക്ഷമ യാചിച്ചേനെ. ഇവളാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നോറും എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതാണെന്ന് പറയാണ്. എന്നെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ വൈജ എല്ലാവർക്കും പാവമാണെന്ന് പറയാണ്. അപ്പോൾ അലീനയ്ക്കങ്ങ് വിഷമം വരികയാണ്. അച്ഛാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രനുമായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ വൈജ അവിടെ നിൽപ്പുണ്ട്. അപ്പം വൈജ ഇങ്ങനെ അലീനെ ദേഷ്യം ഇങ്ങനെ നോക്കുകയാണ്. മാഡത്തിന് ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. കുറച്ച് വിഷം എടുക്കുക പറയുകയാണ് വൈജ ദേഷിച്ച്. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നീ ആ ചോറിനോട് കുറച്ച് വിഷം കൂടെ എടുത്തിങ്ങി താ എന്ന് പറയാണ്. അതാ ഇപ്പം എനിക്ക് വേണ്ടുന്നത് എന്ന് വൈജയാണെങ്കിൽ ദേഷ്യത്തോടെ അലീനയോട് പറയാണ്. അലീന ഒന്നും മിണ്ടാതെ അങ്ങ് കയറിപ്പോവുകയാണ്. പിന്നെ വൈജിക്ക് അങ്ങ് സങ്കടവും ദേഷ്യവും വരികയാണ്. വൈജ മനസ്സ് വിചാരിക്കണം, എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം കാണാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാനും അവളും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ പറ്റത്തില്ല എന്ന് തന്നെ വൈജ മനസ്സ് വിചാരിക്കുകയാണ്. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിലാണെങ്കിൽ മനു ആണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. അങ്ങോട്ട് കമല വരികയാണ്. ഡാ, നീ എന്തിനാ ഇന്ന് കൊല്ലപ്പള്ളി കടപ്പാട്ടൂർ പോയത്? നീ അവിടെ ഉണ്ടെന്ന് വൈജ വിളിച്ചപ്പം പറഞ്ഞിരുന്നില്ല. ഞാൻ അലീനയും ബാലേന്ദ്രൻ്റെ അങ്കിളിനെയും കാണാൻ പോയത്. നീ എന്നിട്ട് കാര്യങ്ങളൊക്കെ അലീനയുടെ അടുത്ത് ചോദിച്ചോ? അവൾ എന്താ പറഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. ഏയ്, അലീന പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും വൈജാൻ്റെ അടുത്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കണം. പിന്നെ അല്ലാതെ അവളല്ലേ അറിയേണ്ടത്? അവളല്ലേ അവളെ വലതുകാല് വെച്ച് കയറ്റിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞിരിക്കണമല്ലോ. അവളാകപ്പാട് ഞെട്ടിത്തിരിച്ചിരിക്കുക എന്ന് കമല പറയാണ്. എന്നാലും ആ ബാലചന്ദ്രൻ്റെ ബുദ്ധിയെ, തൻ്റെ ജീവിതസന്തതിയായിട്ട് കൊണ്ടുവന്ന പെൺകുട്ടിയെ അയാൾ ആരും അറിയാതെ അങ്ങ് വീട്ടിൽ കയറ്റി ഹോം നേഴ്സായിട്ട് കൂടെ പാർപ്പിച്ച്. എന്നാലും അയാളുടെ ഒരു ബുദ്ധിയെ എന്ന് പറയാണ്. മനുവിനാണെങ്കിൽ സങ്കടം കാരണം ഒന്നും പറയാൻ വയ്യ. മനു പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിച്ചേ ചെയ്യാവൂ. എനിക്കിപ്പോഴും തോന്നുന്നതും അങ്കിൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നാണ്. നീ എന്തൊക്കെയാടാ പറയുന്നത്? അത് ബാലേന്ദ്രൻ സ്വയം പറഞ്ഞ കഥയാണ്. ഇത് ഞങ്ങൾ ആരും ഉണ്ടാക്കി പറഞ്ഞ കഥയൊന്നുമല്ല എന്ന് കമല പറയുകയാണ്. മനു പറയാണ്, എന്തായാലും നിങ്ങളുടെ മുന്നിൽ തോറ്റു പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. നിനക്കങ്ങനല്ലേ തോന്നത്തുള്ളൂ. നീ പണ്ട് ബാലേന്ദ്രൻ്റെ ആളല്ലേ. അപ്പം നീ അങ്കിളുടെ സൈഡ് വെച്ചല്ലേ പറയത്തുള്ളൂ എന്ന് കമല പറയുകയാണ്. അപ്പോൾ മനു പറയണേ, ആൻറ്റി അത്ര ആൾ ശരിയൊന്നുമല്ല. ആൻറ്റി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാണ്. കമല പറയണേ, അവളെന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കോട്ടെ, എന്നാൽ ബാലേന്ദ്രൻ ചെയ്ത തെറ്റിൻ്റെ അത്രയും വരുത്തില്ലല്ലോ എന്ന് കമല ന്യായം പറയാണ്. അപ്പോൾ മനു ആണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കമല പറയാണ്, പിഴച്ച ണ്ടല്ലോ, അവളാണെങ്കിൽ അവിടെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് എത്തുകയും ഇനി അവൻ്റെ സ്വത്തെല്ലാം ബാലേന്ദ്രൻ്റെ സ്വത്തും എല്ലാം അവൾ കൈക്കലാക്കുകയും ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ മനു പറയണം, അലീന അങ്ങനെയുള്ള പെൺകുട്ടിയൊന്നും അല്ല എന്ന് പറയാണ്. നിനക്കൊക്കെ അങ്ങനെ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞ് കമല അങ്ങ് പോവുകയാണ്. മനു ആണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ബാലേന്ദ്രനോട് സംസാരിക്കാൻ തന്നെ വൈജ തീരുമാനിച്ച. അപ്പം വൈജ ബാലേന്ദ്രൻ്റെ മുറിയിലോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എന്നോട് ശിവേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞത് അലീനയെക്കുറിച്ച്. നീ അറിഞ്ഞല്ലോ. ഇനി എന്തായാലും സംശയം? എന്താ ഒക്കെ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയിലുണ്ടായ മോളാണോ? പിഴച്ച സന്തതിയാണോ അലീന എന്ന് ചോദിക്കുകയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം ശിവേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, പിന്നെ നീ അറിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? അപ്പം ഇത്രയും നാൾ നിങ്ങളെന്നെ വഞ്ചിച്ചല്ലേ എന്ന് പറയാണ്. ഇത്രയും നാൾ ഇതൊന്നും പറയാതെ നിങ്ങളെന്നെ വഞ്ചിച്ചല്ലേ എന്ന് വൈജ ചോദിക്കുകയാണ്. ആഹാ, ആരെ വഞ്ചിച്ചെന്നുള്ള കണക്കും സമയമൊക്കെ എടുത്താൽ നമ്മൾ രണ്ടുപേരും ആരാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ചിട്ടുണ്ടെന്ന് നമുക്കത് കണക്കെടുക്കാം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് വൈജയൊന്ന് വല്ലാതാവുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും എന്നോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ പറയാം, ഇപ്പം അതിനുള്ള സമയമാണ് എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോഴത്തേക്ക് വൈജ വീണ്ടും വല്ലാതാവുന്നുണ്ട്. എനിക്കെന്ത് പറയാൻ? നിങ്ങളെപ്പോലുള്ള കഥകളൊന്നും എനിക്കില്ല എന്ന് വൈജ പറയാണ്. പിന്നെ ഒരു കാര്യം, ഞാനും അവളും എന്തുവായാലും ഇവിടെ ഒരുമിച്ച് ജീവിക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് വൈജ പറയാണ്. അതുകൊണ്ട് തന്നെ അവളെ മര്യാദയ്ക്ക് ഇവിടുന്ന് പറഞ്ഞിട്ടണം, എവിടെയെങ്കിലും ഓർഫനേജിൽ കൊണ്ടാക്കിക്കോണം എന്ന് പറയുകയാണ്.
അപ്പം ബാലേന്ദ്രൻ പറയാണ്, ആ കാര്യങ്ങൾ നീയാണോ തീരുമാനിക്കുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ കാര്യം ഞാനാ തീരുമാനിക്കുന്നതെന്ന് വൈജ പറയാണ്. അത് ശരിയാവത്തില്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയാണ്. എൻ്റെ മോളുടെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. പിന്നെ നീ എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നീ പറഞ്ഞു അലീനയും നീയും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ നിൽക്കത്തില്ലെന്ന്. എൻ്റെ മോളെ എന്തായാലും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോകണമെന്നും എനിക്ക് താല്പര്യമില്ല. നിനക്ക് ഇവിടെ കഴിയാം. പക്ഷെ ഞാൻ എൻ്റെ മോളെ പറഞ്ഞു വിടത്തില്ല എന്ന് പറയണം. അപ്പം വൈജ പറയണം, അത് നടക്കത്തില്ല വൈജ, അങ്ങനെ ആരുടെയും മുന്നിൽ തോറ്റൊന്നും കൊടുക്കത്തില്ല. ഒന്നീ ഞാൻ അല്ലെങ്കിൽ അവൾ. നിങ്ങൾ അവളെ നിങ്ങളെ മോളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല, അത് ഉറപ്പുള്ള കാര്യം എന്ന് പറയാണ്. നരേന്ദ്രൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ നിന്നെ പറഞ്ഞു വിടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്തായാലും എൻ്റെ മോളെ ഞാൻ പറഞ്ഞു വിടില്ല. പിന്നെ നീ പോവാത്തതും നിൻ്റെ ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വൈജയ്ക്ക് അങ്ങ് ദേഷ്യമാണ്. വൈജ പറയാണ്, നിങ്ങളെ നിങ്ങളുടെ മോളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞ് ദേഷിച്ച് ചാടിത്തുള്ളി ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വൈജയാണെങ്കിൽ താഴെ വന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്.